ഞാനിന്നേ ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളുടെ ഉപയോഗത്തിനെ പറ്റി പറയാനായിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. ഇത് കുറച്ച് പ്ലാസ്റ്റിക് ബോട്ടിലാണ്. ഇതെല്ലാം ഈ മുരളിയ പാല് വരുന്ന ബോട്ടിലാണ്. പിന്നെ അതുപോലെ തന്നെ വെളിച്ചെണ്ണ വരുന്ന ബോട്ടിലുണ്ട്. ഇങ്ങനെ പല ബോട്ടിലും നമുക്ക് ഉണ്ടല്ലോ. പക്ഷേ നമ്മളതെല്ലാം നമ്മൾ വിചാരിക്കും ഈ പ്ലാസ്റ്റിക് ബോട്ടിലുകളെല്ലാം എന്ത് ചെയ്യാൻ, നമുക്ക് വാരി വയ്ക്കാനുള്ള സ്ഥലം ഇപ്പോൾ കുറവാണ്, അല്ലെങ്കിൽ പ്ലാസ്റ്റിക് എടുക്കാൻ വരുന്ന ആൾക്കാർ വരുന്നത് വരെ നമ്മൾ ഇത് സൂക്ഷിച്ച് ചക്കിലോ എന്തെങ്കിലും കെട്ടിവെച്ച് അങ്ങ് ചാക്ക് നിറഞ്ഞിരിക്കുക. അതെല്ലാം നമ്മളൊരു വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പോൾ ആ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ പ്ലാസ്റ്റിക് എല്ലാം നമുക്ക് തന്നെ ഉപയോഗിക്കാനൊരു പറ്റും. എങ്ങനെയാണെന്നറിയാമോ? ഞാനിതാ ഈ 4 ബോട്ടിൽ എടുത്തിട്ടുണ്ട്. 4 കൂടുതലുണ്ട്, ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. ഞാൻ കാണിച്ചു തരാം വേണമെങ്കിൽ. ഇത് ഞാൻ ഓട്സ് തട്ടി വെച്ചേക്കുവാണ്. അടുത്തതിൽ പഞ്ചസാര, അടുത്തതിൽ നുറുക്ക് ഗോതമ്പ്, ഇത് പാല് തന്നെയുണ്ട്. കുറച്ച് എടുത്തിട്ട് ബാക്കി പാല് ഇരിക്കുവാണ്. അപ്പോൾ ഇത് കുറേ ഉണ്ട് ബോട്ടിൽ. ഞാൻ ഇതുപോലെ പയറ്, പരിപ്പ്, ഉഴുന്ന്, കടല ഇതെല്ലാം ഇതുപോലുള്ള ബോട്ടിലുകളിലാണ് ഞാൻ തട്ടി വെച്ചേക്കുന്നത്. ഒന്നാമത്തെ കാര്യം എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലുള്ള ബോട്ടിലുകളിൽ തട്ടി വെച്ചാൽ നമുക്ക് തുറന്നെടുക്കാൻ നല്ല എളുപ്പമാണ്. ഇപ്പോൾ ഓട്സ് തന്നെ എടുക്കുന്നതാ, കുറച്ചിങ്ങോട്ട് തട്ടിയെടുക്കാൻ നല്ല എളുപ്പമാണ്. നമ്മളൊരു പാത്രത്തിൽ വെച്ചിട്ട് ഇത് തട്ടിയിടാനായിട്ട് നല്ല എളുപ്പമാണ്. അതുപോലെ തന്നെ പഞ്ചസാരയും പരിപ്പും പയറും എല്ലാം തട്ടിയെടുക്കാൻ നല്ല ഈസി ആയിട്ട് നമുക്ക് തട്ടിയെടുക്കാൻ പറ്റും. അതൊന്ന്. രണ്ടാമത് തന്നെ നമ്മൾ ഈ കാശ് കൊടുത്ത് വെറുതെ വലിയ ബോട്ടിലുകൾ വാങ്ങേണ്ട ആവശ്യമില്ല. നമ്മളിപ്പോൾ പയറ്, പരിപ്പ്, ഉഴുന്ന് ഇതെല്ലാം തട്ടി വയ്ക്കാൻ വേണ്ടിയിട്ട് ബോട്ടിലുകൾ വാങ്ങണമെങ്കിൽ 100 രൂപ, 90 രൂപ, 70 രൂപ എന്തിന് വെറുതെ കാശ് കളയുന്നത്? കാശ് വെറുതെ കളയേണ്ട ആവശ്യമില്ല. നമുക്കിത് ഒരു ഉപയോഗവും വരും. നമുക്ക് ഇത് വയ്ക്കാനുള്ള സ്ഥലമില്ല, അതുകൊണ്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. വെറുതെ കാശ് കളയുകയും വേണ്ട. ഇതാണെങ്കിൽ ഇത്തിരി കട്ടിയൊക്കെ ഉള്ള പ്ലാസ്റ്റിക്കാണ്. തീരെ കുഞ്ഞ് പ്ലാസ്റ്റിക് അല്ല, നമുക്ക് പിടിക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും, നല്ല കട്ടിയൊക്കെ ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് പല സാധനങ്ങളും നമുക്ക് ഇതിൽ തട്ടി വയ്ക്കാൻ പറ്റും. മുളക് പൊടി, മല്ലിപ്പൊടി ഇതെല്ലാം നമുക്ക് തട്ടി വയ്ക്കാം. ഞാനിതിലാണ് തട്ടി വയ്ക്കുന്നത് കേട്ടോ. ഇതുകൊണ്ട് എനിക്ക് വേറെ യാതൊരു ദോഷവും സംഭവിച്ചിട്ടില്ല. ഇതിൽ തന്നെയാണ് ഞാൻ തട്ടി വയ്ക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ബോട്ടിലുകൾ കിട്ടുവാണെങ്കിൽ അല്ല കിട്ടും, അതിനൊന്നും കളയാതെ നിങ്ങൾ മാക്സിമം യൂസ് ചെയ്യാൻ നോക്കുക. ഓക്കെ, ബൈ.